വെൽക്കം ടു ആൻജിസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായി തയ്യാറാക്കുന്നത് എരിശ്ശേരിയാണ്. ഇത് നമ്മുടെ കേരള സദ്യക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റമാണ്. അപ്പം ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പയർ, ഒരു 150 ഗ്രാം പയറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിന് റെഡ് ഗ്രാം എന്നോ അല്ലെങ്കിൽ പീജിയൻ പീ എന്നോ പറയും ഇതിന്. അപ്പം ഇത് നന്നായി കഴുകി നമുക്ക് കുക്കറിൽ ഏറ്റവും അടിയിലായിട്ട് ഇടാം. അപ്പോൾ പയർ വെന്ത് വരുമ്പോഴത്തേക്ക് മത്തനും വേഗം അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാനൊരു 350 തൊട്ട് 400 ഗ്രാം വരെ ഉണ്ട് മത്തൻ നീളത്തിന് ഇങ്ങനെ അരിഞ്ഞത്. ഇതിനെ നമുക്ക് കുക്കറിലേക്ക് ഇതേപോലെ നിർത്തി കൊടുക്കാം. ഇനി ഞാൻ ഒരു വലിയ ഉള്ളി, അപ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസുള്ള ഉള്ളിയാണ്, ഇതിനെ വളരെ ചെറുതായി ചോപ്പ് ചെയ്ത് അരിഞ്ഞത്. അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമുക്കിപ്പോൾ ഈ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. ബാക്കി 1/4 ഭാഗം നമുക്ക് അവസാനം കടുക് വറുക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ പയറും മത്തനും ഉള്ളിയും ചേർത്തു. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക്. അപ്പോൾ നമ്മൾ മത്തൻ്റെ ഒരു മധുരം ഉള്ളതെന്ന് ഒന്നൊന്ന് കുറച്ച് അതിലോട്ടൊരു ഇത്തിരി എരിവ് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പച്ചമുളക് ചേർക്കുന്നത്. അപ്പോൾ ഈ കൂട്ടിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കപ്പ് വെള്ളം, അതായത് ഈ കപ്പ് വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ ഈ പയറും മത്തനും എല്ലാം കറക്റ്റ് മുങ്ങി നിൽക്കുന്ന അളവിന് വെള്ളം കാണും കുക്കറിൽ. ഇത് വെന്ത് കഴിയുമ്പോൾ വളരെ കുറച്ച് വെള്ളമേ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് എരിശ്ശേരി റെഡി ആകുമ്പോഴത്തേക്ക് കറക്റ്റ് പാകത്തിനേ ഉണ്ടാവും. അപ്പം ഇത് ഞാനിനി കുക്കറിൽ സ്റ്റീം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു സ്റ്റീം വന്നതിന് ശേഷം മീഡിയം, അതായത് ലോ ഫ്ലെയിം ആക്കിയിട്ട് അതിലൊരു 10 to 15 മിനിറ്റ്സ് വേകാൻ വയ്ക്കുക. ഇനി ഞാനതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ പോവുകയാണ്. ഇതിനായിട്ട് ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തു മിക്സി ബൗളിലേക്ക്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം എന്ന് പറയുന്നതാണ്, അതിനെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണം വരാനാണ് ഈ ജീരകം നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. ഇനി കശ്മീരി മുളകാണിത്, ഞാൻ ഒരു 3 മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എരിവും കൂടി ആ എരിശ്ശേരിയിലോട്ട് വരുമ്പോഴാണ് നല്ലൊരു ഫ്ലേവറും ഒരു ടേസ്റ്റും ആ എരിശ്ശേരിക്ക് കിട്ടുന്നത്. ഇനി ഞാനിതിലൊരു 2 കമ്പ് കറിവേപ്പിലയും ഒരു പച്ചമുളക്, അപ്പോൾ നേരത്തെ ഒരു പച്ചമുളക് ഞാൻ കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളക് മിക്സി ബൗളിലോട്ട്. ഇവിടെ ഞാനിനി അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ എനിക്ക് കൂടുതൽ തേങ്ങ കിടക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് തോന്നാറ്. അതുകൊണ്ട് ഞാൻ അരമുറി തേങ്ങ അരച്ച് ചേർക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണാം, ഇത് അരച്ച് ജസ്റ്റ് ഒന്ന് അരയ്ക്കുക. അതിൽ കൂടുതൽ അങ്ങ് അരച്ച് ഇതാക്കി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചൊന്ന് എടുത്താൽ മാത്രം മതി. ഇനി ഞാൻ തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു പാൻ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഏകദേശം ഒരു 3 തൊട്ട് 4 ടേബിൾ സ്പൂൺ വരെ തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിനൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരേക്കും നമുക്കിതിനൊന്ന് വറുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഈ വറുത്ത തേങ്ങ എരിശ്ശേരിയിലോട്ട് ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ വരും, അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. എന്നിട്ട് ഈ ലൈറ്റ് ബ്രൗൺ കളർ ആയതിനു ശേഷം അതിലേക്ക് ഞാനൊരു കമ്പ് കറിവേപ്പില ചേർക്കുകയാണ്. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ നമ്മുടെ ഈ തേങ്ങയിലും കിട്ടും. ഇനി ഇതിനെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഈ പാനിൽ തന്നെ ഞാൻ കുറച്ച് എണ്ണ ചേർക്കുകയാണ്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർക്കുന്നത്. ഇതിന് കടുക് വറുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വരെ കടുക് ചേർക്കാം. ഞാൻ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, അപ്പോൾ നമ്മൾ ഒരു ഉള്ളി എടുത്തതിൽ 1/4 ഭാഗം കുക്കറിലിട്ടു, ബാക്കി 1/4 ഭാഗമാണിത്. അത് നന്നായിട്ടൊന്ന് വറുക്കണം. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഉള്ളിയൊക്കെ പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് വഴണ്ട് നല്ല ബ്രൗൺ കളറിൽ പെട്ടെന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഉപ്പ് ഇവിടെ ചേർത്തത്. ഇനി ഇതിനെ നമുക്ക് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകാനായിട്ട് വെയിറ്റ് ചെയ്യാം. ലൈറ്റ് ബ്രൗൺ കളറായതിന് ശേഷം അതിലേക്ക് ഒരു 2 കമ്പ് കറിവേപ്പില. അപ്പോൾ ഈ കടുക് വറുക്കുന്ന എണ്ണയിൽ കറിവേപ്പില ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു 2 കമ്പ് കറിവേപ്പില ചേർത്തു. പിന്നെ ഒരു 2 ചുവന്ന മുളക് കീറിയത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇപ്പം ഞാൻ തീ വളരെ ചെറുതാക്കി സിമ്മിലിട്ടിട്ട് നേരത്തെ നമ്മൾ കുക്കറിൽ വേകാൻ വെച്ചത് കുക്കർ തുറക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ആ പയറെല്ലാം വെന്ത് മുകളിൽ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ഇങ്ങനെ അടിയിൽ നമുക്ക് കാണാം. ഈ വെള്ളവും നമ്മൾ ഒരുമിച്ചാണ് ഇനി നേരത്തെ ഈ കടുക് വറുത്ത് വെച്ചിരിക്കുന്ന മിശ്രിതത്തിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ മത്തനും പയറും കൂടെ ഉള്ള മിക്സ്ചർ നമ്മളിപ്പോൾ കടുക് വറുത്ത് ഇതിലോട്ട് ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കുറേശ്ശെ വെള്ളവും ചേരുന്നുണ്ട്, പക്ഷെ അത് പ്രശ്നമില്ല. ഇത് കറക്റ്റായിരിക്കും. നമ്മൾ വെന്ത് വരുമ്പോൾ ഇത് കറക്റ്റ് എരിശ്ശേരിക്ക് കറക്റ്റ് പാകമായിരിക്കും. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. കൂടുതൽ ഉടയ്ക്കണ്ട, അത് താനേ അത് മിക്സ് ആയിക്കോളും. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ മിശ്രിതം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഇതിലുള്ള ഉപ്പ് നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. ഉപ്പ് മിശ്രിതത്തിൽ ചേർത്ത ഉപ്പ് ഈ മത്തൻ പയർ കൂട്ടിലോട്ട് നന്നായി ചേരും. പിന്നെ മാത്രമല്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതായത് ഉപ്പ് മതിയോ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക വീണ്ടും. എന്നിട്ട് ഇതിനൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോഴത്തേക്ക് ആ തേങ്ങ കൂട്ടിൻ്റെ ഇതും പയറും മത്തനും എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് യോജിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 1-1.5 ടേബിൾ സ്പൂൺ മല്ലിച്ചപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കറിവേപ്പിലയും ഉപ്പും കൂടെയുള്ള മിശ്രിതമാണിത്. ഇത് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. അപ്പോൾ ഇത് വറുത്തരച്ച എരിശ്ശേരിയാണ്. നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് എരിശ്ശേരിക്ക് കിട്ടുക ഈ വറുത്ത തേങ്ങ ഇതിലോട്ട് ചേർത്ത് കഴിയുമ്പോൾ. ഇതിനെല്ലാം കൂടെ നന്നായി ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇപ്പം നമ്മളുടെ പയറും മത്തനും ഉള്ള എരിശ്ശേരി തയ്യാറായിട്ടുണ്ട്. തീർച്ചയായും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.